ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കാരെ സംരക്ഷിക്കാൻ പിണറായി വിജയനെ അനുവദിക്കില്ല എന്ന് ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുകയാണ്. തൻ്റെ വിശ്വസ്തരിലേക്ക് അന്വേഷണം നീണ്ടാൽ കൂടുതൽ നടുക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നേക്കാം എന്നുള്ള ഭയമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയാണ്. പിണറായി വിജയൻ സർക്കാർ നിയമിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ദേവസ്വം കമ്മീഷണറുമാണ് സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലെന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. പിണറായിയുടെ അടുപ്പക്കാരെ ഒഴിവാക്കി ഇടനിലക്കാരനായ ഉണ്ണികൃഷ്ണൻ പൊറ്റിയിലേക്ക് മാത്രം കേസ് ഒതുക്കാനാണ് ശ്രമമെങ്കിൽ അത് അനുവദിക്കില്ല എന്നും ശക്തമായ പ്രക്ഷോഭം പിണറായി സർക്കാർ നേരിടേണ്ടി വരുമെന്നും ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് പ്രസ്താവിച്ചിരിക്കുകയാണ്. പ്രളയം, ശബരിമലയിലെ ആചാരലംഘന ശ്രമം, കോവിഡ് നിയന്ത്രണങ്ങൾ എന്നിവ മൂലം 2018 മുതൽ 2022 വരെ നീണ്ട 5 വർഷക്കാലം ശബരിമലയിൽ വ്യാപകമായ കൊള്ളയാണ് നടന്നത്. അക്കാലത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായി പ്രവർത്തിച്ച എൽ പത്മകുമാറിനും എൻ വാസുവിനും അയ്യപ്പന്റെ ശ്രീകോവിലിലെ സ്വർണം കൊള്ളയടിച്ചതിൽ പങ്കുണ്ട്. ഇരുവരെയും പ്രതി ചേർത്തെങ്കിലും അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം പിടികൂടി ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ നീക്കം നടക്കുകയാണ്. ബോർഡ് ഉദ്യോഗസ്ഥരെയും അവരെ ഉപയോഗിച്ച് സ്വർണം കവർന്ന ബോർഡിലെ മേലാളന്മാരെയും എത്രയും വേഗം അറസ്റ്റ് ചെയ്യണം. ശബരിമലയിലും ദേവസ്വം ബോർഡിന്റെ മറ്റു ക്ഷേത്രങ്ങളിലും ഇത്ര വലിയ കൊള്ള നടന്നതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കടകംപള്ളി സുരേന്ദ്രൻ 4 തവണ കടകം മറിഞ്ഞാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ ശബരിമല സ്വർണ്ണ തട്ടിപ്പ് നടക്കില്ല എന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രനും വ്യക്തമാക്കുകയാണ്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണത്തോടും ബി.ജെ.പി. യോജിക്കുന്നുമില്ല. അതുകൊണ്ട് ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വരണമെന്ന് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗുണ്ടാ നേതാവിൻ്റെ കണ്ണോടുകൂടി കേരളീയ സമൂഹത്തെ കാണുന്ന പണി അവസാനിപ്പിച്ചാൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലുള്ള സർവ്വ പ്രശ്നങ്ങളും അവസാനിക്കുക തന്നെ ചെയ്യും. ഇത് സ്വേച്ഛാധിപതികളുടെ കേരളമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സംവിധാനമോ അല്ല. ജനം വോട്ട് ചെയ്തുകൊണ്ട് കയ്യിൽ ഏൽപ്പിച്ച ഭരണമാണ്. എല്ലാവരും ഒന്നാണ് എന്ന നിലപാടോടെ വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുകയാണ്. നേരെ മറിച്ച് ശിവൻകുട്ടിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നിന്ന നിപ്പിന് കാലുമാറിയിരിക്കുകയാണ് ശിവൻകുട്ടി. ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വേണം എന്നുള്ള നിലപാടിലാണ് ശിവൻകുട്ടി നിൽക്കുന്നതും.